ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കറണ്ടിൻ്റെ പ്രശ്നമായിട്ടാണ് വന്നേക്കണത്. വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരുടെ വീട്ടിലും സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മളെ സ്വിച്ച് ബോർഡിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലായിട്ട് കറണ്ട് സപ്ലൈ, അതായത് ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യണില്ല വീട്ടിൽ, എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ടെസ്റ്റർ എടുത്തിട്ട് ലൈനിൽ കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം സ്വിച്ച് ഇടുമ്പോൾ സ്വിച്ചിൽ ലൈറ്റ് കത്തിരുന്നത് ഇപ്പോൾ കത്തണില്ല. അതുപോലെ തന്നെ നോക്കുക, ഞാനിപ്പോൾ ഇതിൽ ടെസ്റ്റർ വെച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റർ വെക്കുമ്പോൾ ലൈനിൽ കറണ്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് നോക്കാം. നമുക്കപ്പോൾ മിക്സി വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതാണ് പ്രശ്നം, മിക്സി വർക്കാവുള്ള. അപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് സ്വിച്ച് ബോർഡ് നമ്മൾ അഴിച്ച് നോക്കിയിരുന്നു. അതുപോലെ തന്നെ സെയിം ഇതേ ഡയറക്ഷനിൽ തൊട്ടടുത്തായിട്ട് 2 പ്ലഗുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇതിലും ലൈൻ നോക്കുമ്പോൾ കറണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഇതിലും പ്ലഗ് കണക്ട് ചെയ്തിട്ട് മിക്സി വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ മിക്സിയുടെ കംപ്ലൈൻറ്റ് വെച്ചാൽ മിക്സി വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ മിക്സി വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മൾ മെയിൻ ബോക്സിലോട്ടാണ്. അതായത് ഈ ഇതിലോട്ട് സപ്ലൈ വരുന്ന ഏരിയ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഇവിടെ നിന്നാണ് വീടിൻ്റെ എല്ലാ ഭാഗത്തേക്ക് സപ്ലൈ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു ബോക്സ് നിങ്ങളെ വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് മെയിൻ ബോക്സ് എന്ന് പറയുന്നത്. അതായത് മീറ്ററിൽ നിന്ന് കണക്ഷൻ വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് സപ്ലൈ പോകണമാണ്. അപ്പോൾ ഇത് ഓരോ ഏരിയ ആയിട്ട് തിരിച്ചു കൊടുത്തേക്കുന്നതാണ് ഓരോ. അപ്പോൾ ഇതുപോലെ MCBകൾ അല്ലെങ്കിൽ ELCB എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ട്രിപ്പിംഗ് സ്വിച്ചുകളാണ്. അതായത് ഫ്യൂസിന് പകരമായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് സപ്ലൈ, മെയിൻ സപ്ലൈകൾ ഓരോ സ്ഥലത്തേക്ക്. ഇപ്പോൾ ഇത്രയും കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അടുക്കള, അതുപോലെ തന്നെ ഓരോ റൂമുകൾ, ഫ്രണ്ട് ഏരിയ, ബാക്ക് ഏരിയ, അതുപോലെ തന്നെ കിച്ചൺ, ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെയിൻ കണക്ഷനും. അപ്പോൾ ഇനി ഇതെല്ലാം ഓണാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ട്രിപ്പ് ആവണമെന്നില്ല. പക്ഷേ കറണ്ട് ലൈനിലും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുത്താലേ നമുക്കിതിനകത്ത് സപ്ലൈ നോക്കാൻ പറ്റില്ല. അപ്പോൾ സ്ക്രൂകളൊക്കെ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പാനൽ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ പവറൊക്കെ ഓണാണ്, അതായത് കറണ്ട് ഓണാണ്. ഞാൻ മെയിൻ ഓഫ് മീറ്റർ മൊത്തം ഫ്യൂസൊന്നും ഊരിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ അഴിക്കുന്ന പോലെ എല്ലാവരും ചാടി കയറി മെയിൻ ബോക്സ് ഒന്നും അഴിക്കരുത്. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴെ മെയിൻ ലൈൻ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ റെഡ് ഇൻസുലേഷൻ്റെ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഓരോ കണക്ഷൻസ് സപ്ലൈ മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തേക്കുള്ള കറണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കാണും. ഓക്കെ, ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യണമെന്ന് കാണാൻ പറ്റില്ല, എല്ലാത്തിലും കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഞാനിതെല്ലാം ചെക്ക് ചെയ്ത്, അതായത് കിച്ചണിലോട്ടുള്ള കണക്ഷൻ, അതുപോലെ തന്നെ മറ്റ് കണക്ഷനുകൾ എല്ലാത്തിലും കംപ്ലൈൻറ്റ് നോക്കിയപ്പോഴാണ് മേലെ ഈ ബ്ലാക്ക് വയർ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ വയറിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞുതരാം. റെഡ് നമ്മുടെ മെയിൻ ലൈനാണ്. അതുപോലെ തന്നെ ബ്ലൂ കണക്ഷൻ വന്നേക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ലൈൻ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ബ്ലൂ കണക്ഷൻ. ഗ്രീൻ നമ്മൾ എർത്ത് കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ബ്ലാക്ക് ന്യൂട്രലും. അപ്പോൾ ഞാൻ ഈ ന്യൂട്രൽ കണക്ഷൻ്റെ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ ചില വയറുകളൊക്കെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. നോക്കിയേ, നിങ്ങൾ ഈ കാണുന്ന ചില വയറുകൾ ബ്ലാക്കായിട്ട്, അതുപോലെ തന്നെ ചില സ്ഥലത്ത് ക്ലായ്പ് പോലെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലതിൽ ന്യൂട്രൽ കണക്ഷൻ പ്രോപ്പറല്ല. അപ്പോൾ ന്യൂട്രലിലൂടെ കണക്ഷൻ ലൈൻ പാസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. അതായത് ഓരോ കണക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. മെയിനായിട്ടൊരു ന്യൂട്രൽ കണക്ഷൻ കൊടുത്തിട്ട് എല്ലായിടത്തേക്കുള്ള സപ്ലൈയാണ് ഈ കാണുന്നത്. സെപ്പറേറ്റ് തരംതിരിച്ച് ഓരോ സ്ക്രൂ ആയിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വയറുകളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇതിൽ ഓരോ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിനകത്ത് ഓരോ വയറുകളാണ്. അപ്പോൾ ഈ കാണുന്ന ഓരോ സ്ക്രൂവും റിലീസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വയർ കട്ട് ചെയ്ത് രണ്ടാമത് നമ്മൾ കോപ്പർ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെ കറണ്ടിൻ്റെ സപ്ലൈ ഓക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോക്സിൻ്റെ അകത്തേക്ക് ഈർപ്പം തട്ടിയതുകൊണ്ട് ആ കമ്പിയിലൊക്കെ ക്ലാവ് പിടിച്ചേക്കണാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കുള്ള അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ന്യൂട്രൽ വയറുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്ത് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ടോപ്പ് സെക്ഷൻ ഇപ്പം ഇതിൽ നോക്കുക, ഇതിലെന്താണ് ELCB ഫുള്ള് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് വന്നിട്ട് ഇത് മൊത്തം ഇതായിരിക്കണം, കംപ്ലൈൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ELCBകൾ ഇപ്പോൾ
അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ELCB നോക്കി ELCBയുടെ അകത്ത് ഫുള്ള് മണലേറിയൊക്കെയാണ്. അപ്പോൾ അത് ചെതിലെടുത്ത് വന്നേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ELCBകൾ കംപ്ലൈൻ്റ് ആയി പോയി. പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മേലെ തുടങ്ങി മണ്ണ് വീണിട്ട് ELCB മൊത്തം കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതിൽ ചില ELCBകൾ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. 2 ELCB നമ്മളെന്താണ് പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുതിയത് നമുക്ക് ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്യണം. മണ്ണ് വേണ്ടി MCBകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 MCB കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ബാക്കി MCBകളൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ MCBകളൊക്കെ നോക്കാം. ഒരുപാട് മണ്ണായിട്ടേക്ക് പോയിരുന്നുണ്ട്. സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ഇതിൽ കറണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാട്ടെ. നിങ്ങൾ മെയിൻ സ്വിച്ച് ഓണാക്കിയ ശേഷം ഇതുപോലെ നോക്കി ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതിൽ 2 സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 MCB പുതിയത് വാങ്ങിയിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ പ്രശ്നം ഫുള്ളായിട്ട് സോൾവ് ആവും. മേളിലത്തെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ക്ലീൻ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെന്താണ് ഗ്രീസിങ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് തുരുമ്പ് എടുക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കറണ്ടിൻ്റെ എന്താണ് ലൈനൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫുള്ള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലാകെ 2 കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നത്. ഒന്ന് മെയിനായിട്ട് എന്താണ് ഞാൻ ആദ്യം കാണിച്ചു തന്നതിൽ ഈ ന്യൂട്രൽ കണക്ഷൻ ഉണ്ടല്ലോ പിന്നിൽ കാണുന്നത്, അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 MCBകളാണ് കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ 2 MCBകൾ മാറ്റിയിട്ട് ഒന്ന് റീഅസംബിൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വയറിംഗ് ഇരിക്കുന്ന ഓർഡറുകൾ കാണാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ വയറിങ്ങിൻ്റെ ഓർഡറുകൾ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതായത് ഇൻവെർട്ടറിൻ്റെ ലൈൻ ഒറ്റ ഇതിലാണ് വന്നിരുന്നത്, അത് മാറ്റിയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻവെർട്ടർ വേണ്ട ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ ഇൻവെർട്ടർ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ലൈനുകളിലൊക്കെ മിക്സ്ഡ് ആയിരുന്നു, അതായത് ചില ഏരിയകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ തരംതിരിച്ച് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എന്താണ് കംപ്ലൈൻറ്റുകൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ചെയ്ത രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അറിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കലി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക. കാര്യങ്ങൾ അറിയണവർ മാത്രം ഇതുപോലെ തന്നെ ബോക്സുകൾ അഴിച്ച് ചെയ്യുക. കാരണം കറണ്ടിൻ്റെ കാര്യങ്ങളാണ്, കുറച്ച് കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പാനൽ ബോർഡ് എടുത്ത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ പാനൽ ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.